മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് ഒരു ക്രിസ്ത്യൻ പേരുള്ള വ്യക്തി, എബ്രഹാം മാത്യു എന്നാണ് പേരെന്ന് തോന്നുന്നു. എബ്രഹാം എന്നൊരു വാക്കുണ്ട്, രണ്ടാമത്തെ പേരിൻ്റെ ഭാഗം മാത്യു ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. യൂട്യൂബിലൊരു കമൻ്റ് എഴുതിയിരുന്നു, വളരെ സതുദ്ദേശത്തോടുകൂടി എഴുതിയതാണ്. സാറിൻ്റെ പ്രഭാഷണങ്ങൾ ഞങ്ങളെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ സാറ് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് കൂടുതലും പ്രഭാഷണം നടത്തുന്നത്. സയൻറ്റിഫിക് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വളരെയേറെ പ്രയോജനപ്പെടും. ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതിന് പകരം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാറിന് പറഞ്ഞുകൂടി. വളരെ ആ വരി വായിച്ചാൽ മനസ്സിലാവും 100% സതുദ്ദേശത്തോടു കൂടി എഴുതിയിരിക്കുന്ന ഒരു കമൻ്റാണ്. അത് യൂട്യൂബിലുണ്ട്. ഞാൻ എബ്രഹാമിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. PC ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അടുത്ത കാലത്ത് പറയുകയുണ്ടായി, ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ മാത്രം ഗവൺമെന്റ് ഭരിക്കുന്നത് എന്തിനാ? ഇവിടെ ഹജ്ജിന് പോകാനും ബാക്കി എല്ലാത്തിനും പോകാനും ധാരാളം കൺസെഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ കോട്ടയത്ത് നിന്നും ചെങ്ങന്നൂരിൽ നിന്നും ശബരിമലയിലേക്ക് പോകാൻ KSRTCയുടെ റേറ്റ് മറ്റു സ്ഥലത്തേക്ക് പോകുന്നതിനേക്കാളും സീസൺ അല്ലാത്ത സമയത്തേക്ക് ഈ ബസ്സുകൾ പോകുന്നതിനേക്കാളും ഇരട്ടിയാണ് ചാർജ്. ഹിന്ദുക്കളുടെ എല്ലാ പ്രശ്നങ്ങളും ഗവൺമെന്റ് യുക്തിവാദികൾ അധിക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവര് ന്യൂനപക്ഷങ്ങളെ ഒന്നും തൊടുന്നുമില്ല. മലയാറ്റൂർ പള്ളിയിലെ ഈ മലകയറ്റത്തിന് KSRTC റേറ്റ് ഒന്ന് തന്നെയാണ്, ശബരിമലയിലേക്ക് വേറെ ഒന്നാണ്. ഹിന്ദുക്കളെ ചൂഷണം ചെയ്യാനും ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ കയറി കൈയിട്ട് വാരാനും ഹിന്ദുക്കളുടെ വിശേഷ ദിവസങ്ങളെ ഡെനിഗ്രേറ്റ് ചെയ്യാനും ഹിന്ദു ദേവതമാരെ അപകീർത്തിപ്പെടുത്താനുമെല്ലാം ശ്രമിക്കുമ്പോൾ ഞാൻ എന്നെങ്കിലും മന്ത്രിയായാൽ ഇതിനെതിരെ ശക്തമായിട്ട് പ്രവർത്തിക്കും, അത് പ്രായോഗികമായിട്ട് പ്രവർത്തിക്കും എന്ന് ഏതാനും ആഴ്ചകൾക്കോ ഒരു മാസത്തിനോ മുമ്പോ അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഈ എബ്രഹാമിനോടും പറയുന്നു, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പള്ളിയുണ്ട്, മുസ്ലിങ്ങൾക്ക് മദ്രസയുണ്ട്, ഗവൺമെന്റ് ചെലവിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം മതം 51% കൂടുതൽ മുസ്ലിങ്ങളുള്ള ഗവൺമെന്റ് സ്കൂളിന് പോലും ഗവൺമെന്റ് മുസ്ലിം സ്കൂൾ എന്ന് പേരിടാമെന്ന് കരുണാകരൻ പ്രഖ്യാപിച്ച് ചെയ്യിക്കുകയുണ്ടായി. അപ്പൊ ഈ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടി ഗവൺമെന്റും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ യുക്തിവാദികളും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. അതേസമയത്ത് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കാനോ ഹൈന്ദവനാണെന്ന് പറഞ്ഞ് അഭിമാനിക്കാനോ ഈ ലോകത്തിൽ എല്ലാത്തിലെയും നന്മകൾ എടുക്കണമെന്ന് പ്രാർത്ഥിച്ച ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രഖ്യാപിച്ച എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ പുസ്തകം മാത്രം ശരി, എൻ്റെ വഴി മാത്രം ശരി, എൻ്റെ വിശ്വാസം മാത്രം ശരി, ഈ ഹിന്ദു ദൈവമാണ് ഏകരക്ഷകൻ എന്നൊന്നും പറയാത്ത ആ ഹിന്ദുവിനെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും കരിവാരി തേക്കാനും ഇറങ്ങി പുറപ്പെട്ട ഒരു വിഭാഗം ക്രിസ്ത്യാനികളുണ്ട്, മതപരിവർത്തനത്തിനെ ലക്ഷ്യമാക്കി ചെയ്യുന്നവര്. ഒരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്, ജന്മനാൽ അവർ ഹിന്ദുക്കൾക്ക് വിഗ്രഹാരാധനയ്ക്ക് എതിരായതുപോലെ. ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുണ്ട്, അവർക്ക് ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും വോട്ട് ബാങ്ക് കിട്ടണം. ഒരു വലിയ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവർ ഹിന്ദുക്കളെ എതിർക്കാൻ വേണ്ടി, ഹിന്ദുക്കളെ എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ധരിച്ചു വെച്ചിരിക്കുന്ന BJPയെയും RSSനെയും എതിർക്കാൻ ഹിന്ദുവിനെ അടിച്ചാൽ മതി എന്നുള്ളതാണ് അവരുടെ ധാരണ. അങ്ങനെയുണ്ട്. ഈ യുക്തിവാദികൾ അവരുടെ ജന്മം തന്നെ അവര് ജനിച്ച ഹിന്ദുധർമ്മത്തെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ്. അപ്പൊ എബ്രഹാംജി, ഇതിന് ആരെങ്കിലും ഒരാൾ മറുപടി കൊടുക്കണ്ടേ? ആ മറുപടി കൊടുക്കുന്ന ആള് അവനവന്റെ അമ്മയെയും അച്ഛനെയും പൈതൃകത്തെയും ബഹുമാനിക്കണം, എന്നാലേ മറ്റുള്ളവർ ഇതിനെ ബഹുമാനിക്കുള്ളൂ, ആദരിക്കുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ആദ്യം സ്വന്തം ധർമ്മത്തെയും
സ്വന്തം പൈതൃകത്തെയും ബഹുമാനിക്കാൻ പഠിച്ചാൽ അതിനകത്ത് തന്നെ ഇല്ലേ, അതിനകത്ത് തന്നെ ഹിന്ദുവിന്റെ സന്ദേശത്തിനകത്ത് തന്നെ ഇല്ലേ സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അത് ഹിന്ദുധർമ്മം പഠിക്കുന്നതിന്റെ ഭാഗമാണ്. എല്ലാവരും സുഖമായിരിക്കണം, എല്ലാവരും സന്തോഷവാന്മാരായിരിക്കണം, എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കണം, ദുഃഖിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവരുത് എന്നുള്ളത് ഹിന്ദുധർമ്മം പഠിപ്പിക്കുമ്പോൾ അതിനകത്തുള്ളതാണ്. അതിനകത്തുള്ളതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത്? അതിനകത്തുള്ളതല്ലേ അഹം ബ്രഹ്മാസ്മി? ഒരു മുസ്ലിം പെൺകുട്ടി പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ വരികയുണ്ടായി. സംസ്കൃത പ്രഭാഷണത്തിൽ 1ാം പ്രൈസ് കിട്ടിയ കുട്ടി അഹം ബ്രഹ്മാസ്മി തത്വമസീതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് എന്ന്. ആ ഞാൻ തന്നെ ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനും, നീയും അത് തന്നെയാണ് ഈശ്വരന്റെ മാനിപ്പുലേഷനും മാനിഫെസ്റ്റേഷനുമാണ് എന്ന് പറയുന്ന ആ ധർമ്മം സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടുള്ള, അക്ഷരാർത്ഥത്തിൽ അഭിമാനത്തോടു കൂടി പറയുന്നു, 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും PhDയും ഡോക്ടർ ഓഫ് ലിറ്ററേച്ചറുമുള്ള ഒരു വ്യക്തി പഠിപ്പിക്കുന്നതും അതല്ല ഭാഗവതം വായിക്കുന്ന സന്യാസിമാർ പഠിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? കുറച്ചൊക്കെ വ്യത്യാസമില്ലേ? അത് വലിയ വ്യത്യാസമൊന്നുമല്ല പറയുന്നത്. പഠിച്ച വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കാം. അതുകൊണ്ട് മറ്റ് മതസ്ഥർക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അവർക്ക് ഉപയോഗിക്കാമല്ലോ. അടുത്ത കാലത്ത് 4 ദിവസം മുമ്പ് നീലേശ്വരം അമ്പലത്തിൽ, NSSകാരുടെ അമ്പലമാണ്, കൊട്ടാരക്കരയ്ക്കടുത്ത്, കൊട്ടാരക്കര ഗണപതി കോവിലിൻ്റെ അടുത്ത്, അവിടെ വിരലിൽ എണ്ണാവുന്നതിനേക്കാൾ കൂടുതൽ ക്രൈസ്തവര് പ്രഭാഷണം കേൾക്കാൻ വന്നിരുന്നു. അയാളുടെ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു ധാരാളം ക്രിസ്ത്യാനികൾ വന്നിരുന്നു. വാട്സപ്പിലൂടെ അവര് പ്രഭാഷണങ്ങൾ കേൾക്കുന്നവര്, സാറിന്റെ പ്രഭാഷണം കേൾക്കുന്നവർ നേരിട്ട് കേൾക്കാൻ വേണ്ടിയാണ് വന്നത്. ഉദ്ഘാടന പ്രസംഗമായിരുന്നു ഭാഗവത സപ്താഹത്തിന്റെ. അത് കാരണം എനിക്ക് 2 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നില്ല, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ ഉദ്ഘാടനത്തിന്റെ. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ നാടിന്റെ സംസ്കാരം ഇതാണ്. ഇത് ഒരു ബിഷപ്പും ഒരു കർദിനാലും ഒരു പോപ്പിന്റെയും നിർദ്ദേശത്തിലല്ല ഹിന്ദുക്കളായിട്ട് ജീവിക്കുന്നത്. സ്വയം നമ്മുടെ ധന്യമായ ധർമ്മത്തിൽ ഇത് 5 ലെവലിലുള്ള ഗ്രന്ഥങ്ങളാണ് ഉള്ളത്. ക്രിസ്ത്യാനികൾക്ക് ഒരു ഗ്രന്ഥമേ ഉള്ളൂ, ഒരു ആചാര്യനേ ഉള്ളൂ, ഒരു കാലഘട്ടത്തിൽ എഴുതിയതാണ്, അതിൽ ഒരു വിഷയമേ ഉള്ളൂ. ഹിന്ദുക്കൾക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയതാണുള്ളത്. ഭാരതത്തിൽ ഒരിക്കലും ഒരുവന്റെ പാപം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ സാധിക്കില്ല. എനിക്ക് വേണ്ടി വേറൊരാള് ജയിലിൽ പോവുക, എനിക്ക് വേണ്ടി വേറൊരാൾ കുരിശിൽ കയറുക, ഇങ്ങനൊരു സംഭവം ഭാരതത്തിലില്ല. എനിക്ക് വേണ്ടി വേറൊരാൾ ഊണ് കഴിക്കുക, എനിക്ക് വേണ്ടി വേറൊരാൾ ദാഹം തീർക്കാൻ പച്ചവെള്ളം കുടിക്കുക, ഇങ്ങനെയില്ല. ഭാരതീയ സിദ്ധാന്ത പ്രകാരം ഒരിക്കലും തന്നെ മനുഷ്യനെ പാപിയായിട്ട് കാണുന്ന പ്രശ്നമില്ല. എന്തിനാ മനുഷ്യനെ പാപിയായിട്ട് കാണുന്നത്? ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര, അമരത്വത്തിന്റെ പുത്രന്മാരെ നാം മനുഷ്യരെ വിളിക്കാം. ഇങ്ങനെ എല്ലാമുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് താഴത്തേക്ക് വന്നപ്പോൾ NSSൽ ഉയർന്ന ഉത്തരവാദിത്വമുള്ളവർ പറഞ്ഞു, ക്രിസ്ത്യൻസൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങി ഗ്രൗണ്ടിൽ കുറേ നേരം നിന്നപ്പോൾ കുറച്ച് ക്രിസ്ത്യൻസ് വന്നിരുന്നു. സാറ്, ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്നവരാണ്, ഞങ്ങൾ ഈ അമ്പലമായിട്ട് നല്ല ബന്ധമുണ്ട്, ധാരാളം കോൺട്രിബ്യൂഷൻ കൊടുക്കാറുണ്ട്, ഈ ഭാഗവത സപ്താഹത്തിന് ഒത്തിരി സ്പോൺസർഷിപ്പ് ക്രിസ്ത്യൻസാണ് ചെയ്തിരിക്കുന്നത്. സന്തോഷത്തോടുകൂടി പറഞ്ഞു കേട്ടോ, പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞ ഏതെങ്കിലും വരി നിങ്ങൾക്ക് വേദനിച്ചോ ചോദിച്ചു. സാറ് സത്യമല്ലേ സാറേ പറഞ്ഞ്? ഇതിലിപ്പോൾ വേദനിക്കാൻ എന്താ ഉള്ളത്? സാറ് വാട്സപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ വേദനിക്കൊന്നുമില്ല. ഞാനതവിടെ നിർത്തുന്നു. എന്നിട്ട് ഈ അബ്രഹാമിനോട് ചോദിക്കുന്നു, ഈ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഹിന്ദു ധർമ്മത്തെ തെറി വിളിച്ചും എല്ലാം ഹിന്ദുക്കളെ മതം മാറ്റുന്നതിനെതിരെ ഒന്ന് ബോധനം കൊടുക്കേണ്ടേ എബ്രഹാമേ? ഇതേപോലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ അവഹേളിക്കുന്നത് പുറത്തുനിന്ന് നോക്കിയാൽ കാണില്ല, അത്രയും വികൃതമായിട്ടാണ്.
യുക്തിവാദികൾ മഹാഭാരതത്തിനെ മുഴുവൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ഗ്രന്ഥമാണ് 21ാം നൂറ്റാണ്ടിൽ അവഹേളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിലെ നന്മകൾ എടുക്കണം എന്നല്ല. ഇതേ പുരോഗമനവാദികളും യുക്തിവാദികളും ബൈബിള് തൊടില്ലല്ലോ എബ്രഹാമെ, ഖുർആൻ തൊടില്ലല്ലോ, എന്തിന് ഹിന്ദുക്കളെ മാത്രം അടിക്കാൻ വേണ്ടിയിട്ട് അവർ ജന്മം കൊണ്ടിരിക്കുന്നു? അബദ്ധത്തിൽ അച്ഛനും അമ്മയും ജന്മം നൽകിയ മഹാഭാവികളുടെ ലിസ്റ്റിൽ പെടാവുന്നവരാണെന്ന് ഒരിക്കൽ ചെങ്കോട്ടുകോണം സ്വാമി പറയുകയുണ്ടായി. ആ അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല അദ്ദേഹം പറയേണ്ടായി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇവർക്കൊക്കെ ഉത്തരം കൊടുക്കാൻ ഒരാൾ വേണ്ടേ? സയൻസിന്റെയും അല്ലാത്തതിൻ്റെയും അടിസ്ഥാനത്തിൽ ആ യജ്ഞമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. എബ്രഹാമിനോട് ഞാൻ എടുത്തു പറയുന്നു, ഒരു മതത്തിനും എതിരല്ല. പക്ഷെ മതത്തിലെ വസ്തുതകൾ ഹിന്ദു ധർമ്മത്തിലും മറ്റു മതത്തിലും തിന്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാറുമുണ്ടെന്ന് അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.